ഹായ് ഓൾ, നോളജ് വേൾഡ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു സൈക്കോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സൈക്കോളജി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും എന്നുള്ള ടോപ്പിക്കാണ്. വിദ്യാഭ്യാസത്തിലെ പ്രധാനപ്പെട്ട 4 ദർശന സമീപനങ്ങളാണ് ആദർശവാദം അഥവാ ഐഡിയലിസം, പ്രകൃതിവാദം അഥവാ നാച്ചുറലിസം, പ്രായോഗികവാദം അഥവാ പ്രാഗ്മാറ്റിസം, യാഥാർത്ഥ്യവാദം അഥവാ റിയലിസം. അപ്പോൾ ഏതൊക്കെയാണ് വിദ്യാഭ്യാസത്തിലെ പ്രധാനപ്പെട്ട ദർശന സമീപനങ്ങളായിട്ട് അറിയപ്പെടുന്നത്? ആദർശവാദം, പ്രകൃതിവാദം, പ്രായോഗികവാദം, യാഥാർത്ഥ്യവാദം. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദർശവാദം അഥവാ ഐഡിയലിസം. ആരാണ് ഐഡിയലിസത്തിന്റെ അല്ലെങ്കിൽ ആദർശവാദത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്? പ്ലേറ്റോയാണ് ആദർശവാദത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. ഏറ്റവും പ്രാചീനമായ തത്വശാസ്ത്ര ചിന്താധാരയാണ് ഈ ആദർശവാദം എന്ന് പറയുന്നത്. അതായത് ലോകത്ത് ആദ്യം രൂപം കൊണ്ട വിദ്യാഭ്യാസ ദർശനമാണ് ഈ ആദർശവാദം അഥവാ ഐഡിയലിസം. ഇന്നും ഈ ദർശനം വിദ്യാഭ്യാസത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രാചീനമായ തത്വശാസ്ത്ര ചിന്താധാരയാണ് ആദർശവാദം. അതുപോലെ മനുഷ്യ ജീവിതത്തിന് 2 മാനങ്ങളുണ്ട് എന്നാണ് ആദർശവാദം പറയുന്നത്. അതായത് മനുഷ്യ ജീവിതത്തിന് 2 മുഖങ്ങളുണ്ട് എന്നാണ് ആദർശവാദം പറയുന്നത്. ഏതൊക്കെയാണ്? ആത്മീയവും ഭൗതികവും. ആത്മീയവും ഭൗതികവുമായിട്ടുള്ള 2 മാനങ്ങളാണ് മനുഷ്യ ജീവിതത്തിനുള്ളത് എന്നാണ് ആര് പറയുന്നത്? ആദർശവാദികൾ പറയുന്നത്. ഇവിടെ ആദർശവാദികൾ ആത്മീയ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതായത് സ്പിരിച്വൽ ലൈഫിനാണ് ഈ ആദർശവാദികൾ പ്രാധാന്യം നൽകുന്നത്. ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ചിന്താധാരയാണെന്ത്? ഈ ആദർശവാദം എന്ന് പറയുന്നത്. ആദർശവാദികൾ സ്പിരിച്വൽ ലൈഫിനാണല്ലേ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആദർശവാദികൾ ഭൗതിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല, അതായത് വില കൽപ്പിക്കുന്നില്ല. അതുപോലെ ആദർശവാദ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ആത്മസാക്ഷാത്കാരമാണ്, അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് ആദർശവാദികൾ കരുതുന്നത്. അതായത് ആത്മീയ ജീവിതത്തിന്റെ സാക്ഷാത്കാരത്തിനാണ് ആദർശവാദം ഊന്നൽ നൽകുന്നത്. അപ്പോൾ ഇവിടെ ആത്മസാക്ഷാത്കാരമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യമെന്നാണ് ആദർശവാദികൾ വിശ്വസിക്കുന്നത്. ഇനി ആദർശവാദത്തിലെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ആത്മീയതയ്ക്കാണ്. അതായത് മനുഷ്യന്റെ മനസ്സാണ് പരമമായ യാഥാർത്ഥ്യം എന്നാണ് ആദർശവാദികൾ പറയുന്നത്. ഇവിടെ ശരീരത്തെക്കാളും പ്രാധാന്യം മനസ്സും ആത്മാവുമാണ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് സ്പിരിച്വൽ ലൈഫിനാണ് ഇവരിവിടെ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ ആദർശവാദികൾ പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവ് നശിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ആത്മീയ കാര്യങ്ങൾക്കാണ് ഇവർ പ്രാധാന്യം നൽകുന്നത്. എന്തിനേക്കാൾ? ശരീരത്തെക്കാളും എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? മനസ്സിനും ആത്മാവിനുമാണ്. അതുകൊണ്ട് തന്നെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, നമ്മുടെ ആത്മാവ് നശിക്കുന്നില്ല എന്നാണ് ആദർശവാദികൾ പറയുന്നത്. ആദർശവാദികൾ പ്രാധാന്യം നൽകിയത് ആശയങ്ങൾക്കായിരുന്നു. അതായത് വസ്തുക്കളെക്കാൾ പ്രാധാന്യം ആശയങ്ങൾക്കായിരുന്നു ആദർശവാദികൾ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത്. അതുപോലെ എല്ലാ നന്മകളിലെയും പിന്നിലെ ശക്തി എന്ന് പറയുന്നത് ദൈവമാണ് എന്നായിരുന്നു ആദർശവാദികൾ വിശ്വസിച്ചിരുന്നത്. എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടം ദൈവത്തിൽ നിന്നാണ് എന്നായിരുന്നു ആര് വിശ്വസിച്ചിരുന്നത്? ആദർശവാദികൾ വിശ്വസിച്ചിരുന്നത്. അതുപോലെ ആദർശവാദികളുടെ വിദ്യാഭ്യാസ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീയ സാക്ഷാത്കാരവും വ്യക്തിത്വ സംസ്കരണവുമാണ്. അതായത് നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക? വാർത്തെടുക്കുക. അതുപോലെ തന്നെ ആത്മീയത അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ഒക്കെയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നാണ് ആദർശവാദികൾ പറയുന്നത്. സയൻസ് പോലുള്ള ശുദ്ധശാസ്ത്ര വിഷയങ്ങൾക്ക് ആദർശവാദികൾ വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. അപ്പോൾ ശുദ്ധശാസ്ത്ര വിഷയങ്ങൾക്ക് സ്ഥാനമില്ലാത്ത വാദം എന്ന് ചോദിച്ചാൽ അത് ആദർശവാദമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണെന്ന് അവർ പറയുന്നത്? ഭാഷ, തത്വശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതം ഇവയ്ക്കൊക്കെ പുറമെ കലകൾ, സംഗീതം, ജിംനാസ്റ്റിക്, അത്ലറ്റിക് എന്നിവയാണ് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് ആദർശവാദികൾ പറയുന്നത്. ആദർശവാദത്തിൽ അധ്യാപകൻ എന്ന് പറയുന്നത് കുട്ടികളുടെയും അറിവിൻ്റെയും ഇടയിലുള്ള മധ്യസ്ഥൻ മാത്രമാണ് അധ്യാപകൻ എന്നാണ് ആദർശവാദികൾ പറയുന്നത്. എല്ലാ അറിവും വരുന്നത് ദൈവത്തിൽ നിന്നാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്.
അപ്പോൾ അധ്യാപകരുടെ പങ്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പഠിതാക്കളുടെ മാതൃകാനുകരണ വ്യക്തിത്വമാവണം അധ്യാപകൻ എന്നാണ് ആദർശവാദികൾ പറയുന്നത്. അതുപോലെ തന്നെ ആദർശവാദികൾ അധ്യാപകനെ ഏതൊക്കെ പേരിലാണ് വിശേഷിപ്പിക്കുന്നത്? സ്നേഹിതൻ, മാർഗദർശി, ദാർശനികൻ. ഏതൊക്കെ പേരിലാണ്? സ്നേഹിതൻ, മാർഗദർശി, ദാർശനികൻ എന്നിങ്ങനെയൊക്കെയാണ് അധ്യാപകനെ ആദർശവാദികൾ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ മാധ്യമം എന്ന് പറയുന്നത് മാതൃഭാഷയായിരിക്കണം എന്നാണ് ആദർശവാദികൾ പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ മാധ്യമം എന്ന് പറയുന്നത് മാതൃഭാഷയായിരിക്കണം എന്നാണ് ആദർശവാദികൾ പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് ആദർശവാദത്തിന് വിവിധ രൂപങ്ങളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കാം. ജസ്റ്റ് ആ പേരുകളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ആദ്യത്തേതാണ് പ്ലേറ്റോണിക് ആദർശവാദം എന്ന് പറയുന്നത്. പ്ലേറ്റോണിക് ആദർശവാദം ആ പേരിൽ തന്നെയുണ്ട്. അതിന്റെ പ്രയോക്താവ് ആരായിരിക്കും? പ്ലേറ്റോയാണ് പ്ലേറ്റോണിക് ആദർശവാദത്തിന്റെ പ്രയോക്താവായിട്ട് അറിയപ്പെടുന്നത്. അടുത്തതാണ് വസ്തുനിഷ്ഠ ആദർശവാദം അഥവാ ഒബ്ജക്റ്റീവ് ഐഡിയലിസം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ഐഡിയലിസത്തിന്റെ പ്രയോക്താവായിട്ട് അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ വസ്തുനിഷ്ഠ ആദർശവാദം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഐഡിയലിസത്തിന്റെ പ്രയോക്താവ് എന്നായിട്ട് അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ഇവിടെ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? വ്യക്തി ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽ ആനന്ദത്തിന് പ്രാധാന്യം നൽകുന്ന ചിന്താധാരയാണ് വസ്തുനിഷ്ഠ ആദർശവാദം അഥവാ ഒബ്ജക്റ്റീവ് ഐഡിയലിസം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രയോക്താവായിട്ട് അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. അടുത്തതാണ് ആത്മനിഷ്ഠ ആദർശവാദം അഥവാ സബ്ജക്റ്റീവ് ഐഡിയലിസം എന്ന് പറയുന്നത്. ഈ ഒരു ചിന്താധാരയുടെ പ്രയോക്താവായിട്ട് അറിയപ്പെടുന്നത് ബിഷപ്പ് ബെർക്ലി ആണ്. ഇവിടെ എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? മനസ്സും ആശയങ്ങളുമാണ് യാഥാർത്ഥ്യം എന്നാണ് ഈ ആത്മനിഷ്ഠ ആദർശവാദം പറയുന്നത്. ഇതിന്റെ പ്രയോക്താവ് ബിഷപ്പ് ബെർക്ലി ആണ്. അടുത്തതാണ് ഫിനോമിനൽ ഐഡിയലിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രതിഭാസ ആദർശവാദം എന്ന് പറയും. ഇതിന്റെ പ്രയോക്താവായിട്ട് അറിയപ്പെടുന്നത് ഇമ്മാനുവൽ കാന്റ് ആണ്. അപ്പൊ ഫിനോമിനൽ ആദർശവാദത്തിന്റെ പ്രയോക്താവായിട്ട് അറിയപ്പെടുന്നത് ഇമ്മാനുവൽ കാന്റ് ആണ്. അടുത്തതാണ് അബ്സല്യൂട്ട് ആദർശവാദം. അബ്സല്യൂട്ട് ആദർശവാദത്തിന്റെ പ്രയോക്താവായിട്ട് അറിയപ്പെടുന്നത് ഹെഗൽ ആണ്. അബ്സല്യൂട്ട് ആദർശവാദത്തിന്റെ പ്രയോക്താവ് ഹെഗൽ ആണ്. ഇനി നമുക്ക് ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ആദർശവാദികൾ എന്ന് നോക്കാം. പ്രധാനപ്പെട്ട ആദർശവാദികളായി അറിയപ്പെടുന്നത് സോക്രട്ടീസ്, പ്ലേറ്റോ, ഹെഗൽ, ഇമ്മാനുവൽ കാന്റ്. ആരൊക്കെയാണ്? സോക്രട്ടീസ്, പ്ലേറ്റോ, ഹെഗൽ, ഇമ്മാനുവൽ കാന്റ്. ഇനി ആധുനിക ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആദർശവാദികൾ ആരൊക്കെയാണ്? മഹാത്മാഗാന്ധി, അരബിന്ദ ഘോഷ്, സ്വാമി വിവേകാനന്ദ, സ്വാമി ദയാനന്ദ സരസ്വതി, ടാഗോർ. ആരൊക്കെയാണ് ആധുനിക ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആദർശവാദികളായി അറിയപ്പെടുന്നത്? മഹാത്മാഗാന്ധി, അരബിന്ദ ഘോഷ്, സ്വാമി വിവേകാനന്ദ, സ്വാമി ദയാനന്ദ സരസ്വതി, ടാഗോർ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആദർശവാദത്തിൽ പറഞ്ഞിട്ടുള്ളത്? ആദർശവാദം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ആത്മീയതയ്ക്കാണ് അല്ലേ, അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫിനാണ്. ഭൗതികമായ കാര്യങ്ങൾക്കൊന്നും അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുപോലെ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ലേ. ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, മനസ്സും ആത്മാവുമാണ് എപ്പോഴും നിലനിൽക്കുക എന്നാണ് ആദർശവാദികൾ വിശ്വസിക്കുന്നത്. അതുപോലെ ആത്മസാക്ഷാത്കാരമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് ആദർശവാദികൾ പറയുന്നത്. അതുപോലെ സയൻസ് പോലുള്ള ശുദ്ധശാസ്ത്രങ്ങൾക്കൊന്നും ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നില്ല. എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ് എന്നാണ് ആര് പറയുന്നത്? ആദർശവാദികൾ പറയുന്നത്. അതുപോലെ അധ്യാപകൻ എന്ന് പറയുന്നത് എന്താണ്? പഠിതാക്കളുടെ മാതൃകാനുകരണ വ്യക്തിത്വമാവണം അധ്യാപകൻ എന്നാണ്. അധ്യാപകനെ വിശേഷിപ്പിക്കുന്നത് ഏതൊക്കെ പേരിലാണ്? സ്നേഹിതൻ, മാർഗദർശി, ദാർശനികൻ എന്നുള്ള പേരിലൊക്കെയാണ് അധ്യാപകനെ അവർ വിശേഷിപ്പിക്കുന്നത്. പിന്നീട് നമ്മൾ വിവിധ രൂപങ്ങൾ പറഞ്ഞില്ലേ, പ്ലേറ്റോണിക് ആദർശവാദം, വസ്തുനിഷ്ഠ ആദർശവാദം, ആത്മനിഷ്ഠ ആദർശവാദം, ഫിനോമിനൽ ആദർശവാദം, അബ്സല്യൂട്ട് ആദർശവാദം. പിന്നീട് നമ്മൾ അതിലെ പ്രധാനപ്പെട്ട ആദർശവാദികൾ ആരൊക്കെയാണെന്നും പറഞ്ഞു അല്ലേ. ഓക്കെ ആണല്ലോ. അടുത്ത ദർശനമാണ് പ്രകൃതിവാദം അഥവാ നാച്ചുറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്? പ്രകൃതിക്കായിരിക്കും അല്ലേ. മനുഷ്യനൊരു സമൂഹ ജീവിയോ സമൂഹത്തിന്റെ ഭാഗമോ അല്ല, മറിച്ച് പ്രകൃതിയുടെ അംശം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ദർശനമാണ് പ്രകൃതിവാദം. അപ്പോൾ ഇവിടെ പ്രാധാന്യം നൽകിയിട്ടുള്ളത് പ്രകൃതിക്കാണ് എന്നുള്ളതാണ്. അതുപോലെ എല്ലാ അറിവുകളുടെയും ഉറവിടം എന്ന് പറയുന്നത് പ്രകൃതിയാണ് എന്നുള്ളതാണ്. ആദർശവാദത്തിൽ എന്തായിരുന്നു? എല്ലാ അറിവുകളുടെയും ഉറവിടം ദൈവത്തിൽ നിന്നാണ് എന്നായിരുന്നു ആദർശവാദികൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ പ്രകൃതിവാദികൾ പറയുന്നത് എന്താണ്? എല്ലാ അറിവുകളുടെയും ഉറവിടം എന്ന് പറയുന്നത് പ്രകൃതിയാണ്. ഇവിടെ പ്രകൃതിക്കാണ് ഇവർ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് അറിവിന്റെ കവാടങ്ങളാണ് എന്നാണ് പ്രകൃതിവാദികൾ പറയുന്നത്.
കുട്ടികളെ പ്രകൃതിയിലേക്ക് ഇറക്കി വിടാനാണ് പറയുന്നത്. അവർ കണ്ടും കേട്ടും തൊട്ടും രുചിച്ചും മണത്തും ഒക്കെ എന്ത് ചെയ്യട്ടെ, ഇന്ദ്രിയങ്ങളുടെ അറിവ് സ്വായത്തമാക്കട്ടെ എന്നാണ് പ്രകൃതിവാദികൾ പറയുന്നത്. മനസ്സിനെ കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇന്ദ്രിയങ്ങളിലൂടെ പഠിക്കാനാവും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മുടെ അനുഭവങ്ങൾക്ക് ആധാരമായി ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ യഥാർത്ഥമായ അറിവ് നേടാനാകൂ എന്നാണ് പ്രകൃതിവാദികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് അറിവിൻ്റെ കവാടങ്ങളാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുപോലെ പ്രകൃതിവാദികൾ ഭൗതിക പരിസ്ഥിതിക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രകൃതിവാദികൾ ഭൗതിക പരിസ്ഥിതിക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം നൽകുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ആദ്യവും അന്ത്യവും പ്രകൃതിയിൽ തന്നെയാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എല്ലാത്തിൻ്റെയും ആദ്യവും അന്ത്യവും പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ആദർശവാദത്തിൽ മനസ്സിനും ആത്മാവിനും ആയിരുന്നു അല്ലെ പ്രാധാന്യം കൊടുത്തിരുന്നത്. എന്നാൽ പ്രകൃതിവാദത്തിൽ മനസ്സെന്ന് പറയുന്നത് എന്താണ്, മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം മാത്രമാണ് മനസ്സ് എന്നാണ് ഇവർ പറയുന്നത്. മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം മാത്രമാണ് മനസ്സ് എന്നാണ് ആര് പറയുന്നത്, പ്രകൃതിവാദികൾ പറയുന്നത്. അപ്പൊ പ്രകൃതിവാദം പ്രകൃതിക്കാണ് പ്രാധാന്യം നൽകിയത് അല്ലെ. പ്രകൃതിക്ക് അതീതമായ ഒരു ശക്തിയും ഈ ലോകത്തിൽ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. എല്ലാത്തിൻ്റെയും ആദ്യവും അന്ത്യവും പ്രകൃതി തന്നെയാണെന്നാണ് പ്രകൃതിവാദികൾ വിശ്വസിക്കുന്നത്. പ്രകൃതിവാദത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വയം പ്രകാശനമാണ്. അതായത് സെൽഫ് ലേണിങ്ങിലൂടെ കുട്ടികൾ എന്ത് ചെയ്യട്ടെ, കാര്യങ്ങൾ എന്ത് ചെയ്യട്ടെ, സ്വായത്തമാക്കട്ടെ. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഇവിടെ പഠന പ്രക്രിയയിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആർക്കാണ്, കുട്ടിക്കാണ് അല്ലേ. അപ്പൊ കുട്ടി സ്വയം എന്ത് ചെയ്യട്ടെ, അറിവ് നേടട്ടെ. കുട്ടിയെ എന്ത് ചെയ്യുക, പ്രകൃതിയിലേക്ക് ഇറക്കി വിടാനാണ് ആര് പറയുന്നത്, പ്രകൃതിവാദികൾ പറയുന്നത്. അവരെന്ത് ചെയ്യട്ടെ, കണ്ടും കേട്ടും രുചിച്ചും മണത്തൊക്കെ എന്ത് ചെയ്യട്ടെ, ഇന്ദ്രിയങ്ങളുടെ അറിവ് സ്വായത്തമാക്കട്ടെ എന്നാണ് ആര് പറയുന്നത്, പ്രകൃതിവാദികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വയം പ്രകാശനമാണ് എന്നാണ് പ്രകൃതിവാദികൾ പറയുന്നത്. അതുപോലെ പ്രകൃതിവാദത്തിൽ കുട്ടികളുടെ സ്ഥാനം എന്ന് പറയുന്നത് ഗവേഷകൻ എന്നാണ്. പ്രകൃതിവാദത്തിൽ കുട്ടികളുടെ സ്ഥാനം എന്ന് പറയുന്നത് ഗവേഷകനായിട്ടാണ്. അതുപോലെ പ്രകൃതിവാദം പൂർണ്ണമായും വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നുണ്ട്. അപ്പൊ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദർശനമാണ് എന്ത്, പ്രകൃതിവാദം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പ്രകൃതിവാദത്തിൽ കുട്ടികളുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു ഗവേഷകനായിട്ടാണല്ലേ. അപ്പോൾ ഇവിടെ പഠിതാവിന് കണ്ടുപിടുത്തക്കാരൻ്റെ സ്ഥാനം നൽകുന്ന ഈ ഒരു ഗവേഷണ സമീപനമാണ് പ്രകൃതിവാദം ശുപാർശ ചെയ്യുന്നത്. അതായത് ഹ്യൂറിസ്റ്റിക് അപ്രോച്ചിനാണ് ഇവരിവിടെ പ്രാധാന്യം നൽകുന്നത്. അപ്പൊ എന്താണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, വിദ്യാർത്ഥികളിൽ ഗവേഷണ തൽപരത, അന്വേഷണ ത്വര, സ്വാതന്ത്ര്യബോധം, സഹകരണം എന്നിവ വളർത്താൻ സഹായിക്കുന്ന ഒരു ബോധന രീതിയാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ പ്രധാനപ്പെട്ട വക്താവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്, H.E. ആംസ്ട്രോങ് ആണ്. അതൊന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. പിന്നീട് നമുക്ക് എന്താണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ വക്താവ് നമുക്ക് പിന്നീട് നോക്കേണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. പ്രകൃതിവാദത്തിൽ അധ്യാപകന്റെ പങ്ക് എന്ന് പറയുന്നത് ശിശുവിൻ്റെ സ്വാഭാവികമായ വികസനത്തിന് ആവശ്യമായ അവസരങ്ങളും സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു സഹായിയോ നിയന്ത്രികനോ മാത്രമാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. ശിശുവിൻ്റെ സ്വാഭാവികമായ വികസനത്തിന് ആവശ്യമായ അവസരങ്ങളും സാഹചര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു സഹായിയോ നിയന്ത്രികനോ മാത്രമാണ് അധ്യാപകൻ എന്നാണ് ഇവിടെ പ്രകൃതിവാദികൾ പറയുന്നത്. ഇവിടെ അധ്യാപകന്റെ ചുമതല എന്ന് പറയുന്നത് പഠിതാവിനെ സ്വയം പഠിക്കുവാൻ സഹായിക്കുക മാത്രമാണ് അധ്യാപകന്റെ ചുമതല എന്നാണ് പ്രകൃതിവാദികൾ പറയുന്നത്. അതായത് കുട്ടിയെ സ്വയം പഠിക്കാൻ എന്ത് ചെയ്യുക, സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അധ്യാപകന്റെ ചുമതല എന്നാണ് ആര് പറയുന്നത്, പ്രകൃതിവാദികൾ പറയുന്നത്. ഈ മോണ്ടിസോറി വിദ്യാലയങ്ങളിൽ അധ്യാപികയെ മാർഗദർശക എന്ന പേരിലാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. മോണ്ടിസോറി വിദ്യാലയങ്ങളിൽ അധ്യാപികയെ വിശേഷിപ്പിക്കുന്ന പേരാണ് മാർഗദർശക എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് പ്രകൃതിവാദത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ആദ്യത്തേതാണ് യാന്ത്രിക പ്രകൃതിവാദം എന്ന് പറയുന്നത്, അഥവാ മെക്കാനിക്കൽ നാച്ചുറലിസം എന്ന് പറയുന്നത്. ഈ വാദം അനുസരിച്ച് മനുഷ്യനൊരു യന്ത്രമാണ് എന്നാണ് ഇവർ പറയുന്നത്. രണ്ടാമത്തേതാണ് ജൈവിക പ്രകൃതിവാദം എന്ന് പറയുന്നത്, അഥവാ ബയോളജിക്കൽ നാച്ചുറലിസം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, മനുഷ്യനെ അവൻ്റെ വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ ഒരു
വാദം പറയുന്നത്. ഇപ്പൊ ജൈവിക പ്രകൃതിവാദം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അവന്റെ വംശപാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ദർശനമാണ് ജൈവിക പ്രകൃതിവാദം എന്ന് പറയുന്നത്. അടുത്തതാണ് ഭൗതിക പ്രകൃതിവാദം എന്ന് പറയുന്നത്, അഥവാ ഫിസിക്കൽ നാച്ചുറലിസം എന്ന് പറയുന്നത്. ഇവിടെ ബാഹ്യ പ്രകൃതിക്ക് മാത്രമേ ഊന്നൽ നൽകുന്നുള്ളൂ, അല്ലെങ്കിൽ ബാഹ്യ പ്രകൃതിക്ക് മാത്രമേ ഇവിടെ പ്രാധാന്യം നൽകുന്നുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് പ്രകൃതിവാദത്തിന്റെ വിവിധ രൂപങ്ങൾ എന്ന് പറയുന്നത്? യാന്ത്രിക പ്രകൃതിവാദം അഥവാ മെക്കാനിക്കൽ നാച്ചുറലിസം, ജൈവിക പ്രകൃതിവാദം അഥവാ ബയോളജിക്കൽ നാച്ചുറലിസം, ഭൗതിക പ്രകൃതിവാദം അഥവാ ഫിസിക്കൽ നാച്ചുറലിസം. ഓക്കെ ആണല്ലോ. പ്രകൃതിവാദികളിൽ പ്രധാനിയായി അറിയപ്പെടുന്നത് റൂസോയാണ്. അപ്പൊ റൂസോ എന്നുള്ള പേര് എവിടെ കണ്ടാലും അദ്ദേഹം ഒരു പ്രകൃതിവാദിയാണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് അദ്ദേഹം പറയുന്നത്? പുസ്തകങ്ങൾ കത്തിച്ചു കളയുക, മതിലുകൾ പൊളിക്കുക, ശിശുവിനെ പ്രകൃതിയുടെ മധ്യത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ റൂസോയാണ്. അപ്പൊ റൂസോയുടെ പ്രശസ്തമായിട്ടുള്ള വാക്കുകളാണിത്. പുസ്തകങ്ങൾ കത്തിച്ചു കളയുക, മതിലുകൾ പൊളിക്കുക, ശിശുവിനെ പ്രകൃതിയുടെ മധ്യത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുക എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ഓപ്ഷൻസിൽ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, റൂസോ എങ്ങനെയൊക്കെ കണ്ടാൽ അത് റൂസോയുടെ വാക്കുകളാണെന്ന് ഓർത്തിരിക്കുക. അദ്ദേഹം എന്താണ് പറയുന്നത്? കുട്ടിയെ പ്രകൃതിയിലേക്ക് എറിഞ്ഞു കൊടുക്കാനാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. അതുപോലെ ഗ്രന്ഥങ്ങളുടെ ഉപയോഗത്തെ പൂർണ്ണമായി നിരസിക്കുന്ന വിദ്യാഭ്യാസ ദർശനമാണ് പ്രകൃതിവാദം. ഇപ്പൊ ഗ്രന്ഥങ്ങളുടെ ഉപയോഗത്തെ പൂർണ്ണമായി നിരസിക്കുന്ന വിദ്യാഭ്യാസ ദർശനം ഏതെന്ന് ചോദിച്ചാൽ പ്രകൃതിവാദമാണ് അല്ലേ. ഇവിടെ എന്താണ്? പുസ്തകങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ പ്രകൃതിവാദം അടിസ്ഥാനമായി രൂപം കൊണ്ട വിദ്യാഭ്യാസ പദ്ധതികളാണ് മോണ്ടിസോറി വിദ്യാലയങ്ങള്, ടാഗോറിന്റെ ശാന്തി നികേതൻ, നീലിന്റെ സമ്മർ ഹില്ല്, ഫ്രോബലിന്റെ കിൻഡർ ഗാർഡൻ. ഏതൊക്കെയാണ്? മോണ്ടിസോറി വിദ്യാലയങ്ങള്, ടാഗോറിന്റെ ശാന്തി നികേതൻ, നീലിന്റെ സമ്മർ ഹില്ല്, ഫ്രോബലിന്റെ കിൻഡർ ഗാർഡൻ. എന്തിന്റെ അടിസ്ഥാനമായി രൂപം കൊണ്ട വിദ്യാഭ്യാസ പദ്ധതികളാണ്? പ്രകൃതിവാദം അടിസ്ഥാനമായിട്ട് രൂപം കൊണ്ട വിദ്യാഭ്യാസ പദ്ധതികളാണിവ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകൃതിവാദികളിൽ പ്രധാനിയായി അറിയപ്പെടുന്നത് റൂസോയാണല്ലേ. ഇനി ഇതിലെ മറ്റ് പ്രയോക്താക്കളെ കൂടി നമുക്ക് നോക്കാം. ഡെമോക്രീറ്റസ്, എപ്പിക്യൂറസ്, ഫ്രാൻസിസ് ബേക്കൺ, കൊമേനിയസ്, ഹെർബർട്ട് സ്പെൻസർ. ആരൊക്കെയാണ് പ്രകൃതിവാദത്തിന്റെ മുഖ്യ പ്രയോക്താക്കളായിട്ട് അറിയപ്പെടുന്നത്? ഡെമോക്രീറ്റസ്, എപ്പിക്യൂറസ്, ഫ്രാൻസിസ് ബേക്കൺ, കൊമേനിയസ്, ഹെർബർട്ട് സ്പെൻസർ, റൂസോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രകൃതിവാദമായിരുന്നു, അഥവാ നാച്ചുറലിസം ആയിരുന്നു അല്ലെ. എന്താണ് ഇവർ എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? പ്രകൃതിക്കാണ് ഇവർ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. എല്ലാ അറിവുകളുടെയും ഉറവിടം എന്ന് പറയുന്നത് പ്രകൃതിയാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഭൗതിക പരിസ്ഥിതിക്കാണ് ഇവർ കൂടുതലും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ കുട്ടികൾക്ക് സ്വയം പഠനത്തിന് അല്ലെങ്കിൽ സെൽഫ് ലേണിങ്ങിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. അപ്പൊ പഠന പ്രക്രിയയിൽ കുട്ടിയാണ് കേന്ദ്ര ബിന്ദു എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ അധ്യാപകൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സഹായി മാത്രമായിരിക്കണം. അതായത് കുട്ടിയുടെ എല്ലാ വികസനത്തിനും ആവശ്യമായിട്ടുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു സഹായിയോ അല്ലെങ്കിൽ നിയന്ത്രികനോ മാത്രമാണ് അധ്യാപകൻ എന്നാണ്. അതായത് പഠിതാവിനെ സ്വയം പഠിക്കുവാൻ സഹായിക്കുക മാത്രമാണ് അധ്യാപകന്റെ ചുമതല എന്നൊക്കെയാണ് ആര് പറയുന്നത്? പ്രകൃതിവാദികൾ പറയുന്നത്. ഇവിടെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അല്ലെങ്കിൽ ഗവേഷണ രീതിക്കാണ് ഇവിടെ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ പുസ്തകങ്ങൾക്കോ ഗ്രന്ഥങ്ങൾക്കോ ഒന്നും പ്രാധാന്യം നൽകാത്ത ഒരു ദർശനമാണ് ഈ പ്രകൃതിവാദം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രയോക്താക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു. ആരൊക്കെയാണ്? ഡെമോക്രീറ്റസ്, എപ്പിക്യൂറസ്, ഫ്രാൻസിസ് ബേക്കൺ, കൊമേനിയസ്, ഹെർബർട്ട് സ്പെൻസർ, റൂസോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രകൃതിവാദത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. അടുത്തതായി പറയാൻ പോകുന്നത് പ്രായോഗികവാദം അഥവാ പ്രാഗ്മാറ്റിസം ആണ്. പ്രാഗ്മാറ്റിസം ആണ് ഏറ്റവും പുതിയ ദർശനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്രായോഗികവാദമാണ് ഏറ്റവും പുതിയ ദർശനമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുപോലെ ഈ പ്രാഗ്മാറ്റിസം എന്ന പദം രൂപം കൊണ്ടത് ആക്ഷൻ എന്ന അർത്ഥം വരുന്ന പ്രാഗ്മാറ്റിഗോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പ്രാഗ്മാറ്റിസം എന്ന പദം രൂപം കൊണ്ടത്. അപ്പം ഏത് പദത്തിൽ നിന്നാണ്? പ്രാഗ്മാറ്റിഗോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അല്ലേ. എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? ആക്ഷൻ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ആക്ഷൻ എന്ന അർത്ഥം വരുന്ന പ്രാഗ്മാറ്റിഗോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പ്രാഗ്മാറ്റിസം എന്ന പദം രൂപം കൊണ്ടത്. പ്രായോഗികവാദത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ചാൾസ് പിയേഴ്സ് ആണ്. അപ്പോൾ പ്രാഗ്മാറ്റിസത്തിന്റെ അല്ലെങ്കിൽ പ്രായോഗികവാദത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് പിയേഴ്സ് ആണ്. എന്താണ് പ്രായോഗികവാദികൾ പറയുന്നത്? യഥാർത്ഥമായ അനുഭവങ്ങളിൽ നിന്ന് പഠനാവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത്. അതായത് അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കാനാണ് പ്രായോഗികവാദികൾ പറയുന്നത്.
അതായത് യഥാർത്ഥമായ അനുഭവങ്ങളിൽ നിന്ന് പഠനാവസരങ്ങൾ സൃഷ്ടിക്കാനാണ് പ്രായോഗികവാദികൾ ആഹ്വാനം ചെയ്യുന്നത്. അതുപോലെ മുഖ്യ മാർഗനിർദ്ദേശമായിട്ട് ഇവർ പറയുന്നത് എന്താണ്? പ്രവർത്തിച്ച് പഠിക്കുക അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ്ങിനാണ്. പ്രവർത്തിച്ച് പഠിക്കുക അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് ആണ് മുഖ്യ മാർഗനിർദ്ദേശമായിട്ട് ഇവർ കരുതുന്നത്. അതുപോലെ പ്രായോഗികവാദത്തിൽ ചിന്തയേക്കാൾ പ്രാധാന്യം പ്രവർത്തനങ്ങൾക്കാണ്. നേരത്തെ പറഞ്ഞില്ലേ, പ്രവർത്തിച്ച് പഠിക്കുന്നതിനാണ് ഇവർ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചിന്തയേക്കാൾ പ്രാധാന്യം എന്തിനാണ്? പ്രവർത്തനങ്ങൾക്കാണ് എന്നാണ് പ്രായോഗികവാദികൾ പറയുന്നത്. പ്രായോഗികവാദത്തിൽ ആത്മനിഷ്ഠമായ കാര്യങ്ങൾക്കല്ല പ്രാധാന്യം നൽകുന്നത്, ഇവിടെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ദർശനം ഏതെന്ന് ചോദിച്ചാൽ അത് പ്രായോഗികവാദമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് പ്രായോഗികവാദത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ പ്രായോഗികവാദികളാണ് പ്രൊജക്റ്റ് രീതി പഠനത്തിനായി നിർദ്ദേശിച്ചത്. അപ്പോൾ ഈ പ്രായോഗികവാദികൾ വിദ്യാഭ്യാസത്തിന് നൽകിയ സംഭാവനയാണ് പ്രൊജക്റ്റ് രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് രീതി പഠനത്തിനായി നിർദ്ദേശിച്ചത് ആരാണ്? പ്രായോഗികവാദികളാണ്. പ്രായോഗികവാദികൾ വിദ്യാഭ്യാസത്തിന് നൽകിയ സംഭാവനയാണ് പ്രൊജക്റ്റ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് രീതി ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? കിൽപാട്രിക് ആണ്. പ്രൊജക്റ്റ് രീതിയുടെ അല്ലെങ്കിൽ പ്രൊജക്റ്റ് മെത്തേഡിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് കിൽപാട്രിക് ആണെന്നും കൂടി അറിഞ്ഞിരിക്കുക. അടുത്തത് പ്രായോഗികവാദത്തിലെ വിദ്യാഭ്യാസ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഇവർ പറയുന്നത്? മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സാമൂഹ്യ ജീവിയാണ് എന്നാണ് പ്രായോഗികവാദം പറയുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹികവും ഭൗതികവുമായ പരിസ്ഥിതിക്കാണ് ഇവർ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. അപ്പോൾ സാമൂഹികവും ഭൗതികവുമായ പരിസ്ഥിതിക്ക് പ്രാധാന്യം കൽപ്പിക്കണം എന്ന് പറഞ്ഞത് പ്രായോഗികവാദികളാണ് എന്നറിഞ്ഞിരിക്കുക. അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഇവർ പറയുന്നത് ജീവിത സന്ദർഭങ്ങളാണ് എന്നാണ്. അപ്പോൾ ജീവിത സന്ദർഭങ്ങളാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് പ്രായോഗികവാദികൾ പറയുന്നത്. അതായത് അനുഭവങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാനാണ് പറയുന്നത്? പഠനാവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിത സന്ദർഭങ്ങളാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അനുഭവങ്ങളുടെ അനുസ്യൂതമായ പുനർസൃഷ്ടിയാണ് വിദ്യാഭ്യാസ ലക്ഷ്യമെന്നാണ് പ്രായോഗികവാദികൾ പറയുന്നത്. അനുഭവങ്ങളുടെ അനുസ്യൂതമായ പുനർസൃഷ്ടിയാണ് വിദ്യാഭ്യാസ ലക്ഷ്യം എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ അനുഭവവും പരീക്ഷണവും പഠനത്തിന് അടിസ്ഥാനമെന്നും പ്രായോഗികവാദികൾ പറയുന്നുണ്ട്. പഠനത്തിന് അടിസ്ഥാനമായിട്ട് ഇവർ പറയുന്നത് എന്തൊക്കെയാണ്? അനുഭവവും പരീക്ഷണവുമാണ് എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ പ്രായോഗികവാദത്തിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ തന്നെ പ്രായോഗികവാദം പരീക്ഷണവാദം അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റലിസം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ചിന്തയേക്കാൾ പ്രാധാന്യം പ്രവർത്തനങ്ങൾക്കാണ് പ്രായോഗികവാദികൾ പ്രാധാന്യം നൽകുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്ന പാഠ്യപദ്ധതിയും പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതികളാണ്. അപ്പം പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. പ്രായോഗികവാദത്തിൽ പ്രവർത്തനങ്ങൾക്കാണല്ലേ പ്രാധാന്യം നൽകുന്നത്. ഇവിടെ സമ്മാനങ്ങൾക്കോ ശിക്ഷകൾക്കോ ഒന്നും പ്രാധാന്യമില്ല. ഇവിടെ ജനാധിപത്യ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആശയങ്ങളാണ് പ്രായോഗികവാദികൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ജനാധിപത്യ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദർശനമാണ് പ്രായോഗികവാദം. ഈ ജനാധിപത്യ വിദ്യാഭ്യാസത്തിന് കൂടുതലും പ്രാധാന്യം നൽകിയ പ്രായോഗികവാദിയാണ് ജോൺ ഡൂയി. അപ്പോൾ ജോൺ ഡൂയി ആണ് ജനാധിപത്യ വിദ്യാഭ്യാസത്തിന് കൂടുതലും പ്രാധാന്യം നൽകിയിട്ടുള്ള പ്രായോഗികവാദി. ഈ പ്രായോഗികവാദത്തിൽ ഞാൻ പറഞ്ഞു അല്ലേ, പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ശിശു കേന്ദ്രീകൃതമായിരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും ശിശു കേന്ദ്രീകൃതമായിരിക്കണം. അതായത് കുട്ടികളെല്ലാവരും തന്നെ സഹകരിച്ചും പരസ്പര സഹകരണത്തിലൂടെയും ആശയവിനിമയത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ പഠിക്കുക എന്നാണ് പ്രായോഗികവാദം മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ അധ്യാപകൻ എന്ന് പറയുന്നത് സംഘപ്രവർത്തനങ്ങളുടെ നേതാവാണ് എന്നാണ് പ്രായോഗികവാദം പറയുന്നത്. അപ്പം അധ്യാപകൻ്റെ റോൾ എന്ന് പറയുന്നത് സംഘപ്രവർത്തനങ്ങളുടെ നേതാവായിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ പ്രായോഗികവാദത്തിൽ എപ്പോഴും നമുക്ക് മാറിപ്പോകുന്ന ചില പേരുകളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു പ്രായോഗികവാദത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് പിയേഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ചാൾസ് പിയേഴ്സ് ആണ് പ്രായോഗികവാദത്തിൻ്റെ അല്ലെങ്കിൽ പ്രാഗ്മാറ്റിസത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്.
എന്നാൽ പ്രായോഗികവാദം എന്ന ഈ ഒരു ദർശനം പ്രചരിപ്പിച്ചതാരാണ്? വില്യം ജെയിംസ് ആണ്. അപ്പൊ വില്യം ജെയിംസ് ആണ് ഈ ഒരു ദർശനം പ്രചരിപ്പിച്ച ആളെന്ന് പറയുന്നത്. അതുപോലെ ഈ പ്രായോഗികവാദം എന്ന ഈ ഒരു ദർശനത്തിന്റെ ശക്തനായ വക്താവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ജോൺ ഡൂയി ആണ്. അപ്പൊ ജോൺ ഡൂയി ആണ് ഈ ഒരു ദർശനത്തിന്റെ ശക്തനായിട്ടുള്ള വക്താവ്, അല്ലെങ്കിൽ ഒരു ദർശനത്തിന് കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ള വ്യക്തിയാണ് ജോൺ ഡൂയി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 3 പേരുകളും മാറാണ്ട് നോക്കുക. അപ്പൊ പ്രായോഗികവാദത്തിന്റെ ഉപജ്ഞാതാവ് ചാൾസ് പിയേഴ്സ് ആണ്. ഈ ഒരു ദർശനം പ്രചരിപ്പിച്ചത് വില്യം ജെയിംസ് ആണ്. ഈ ദർശനത്തിന്റെ ശക്തനായ വക്താവായിട്ട് അറിയപ്പെടുന്നത് ജോൺ ഡൂയി ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആരൊക്കെയാണ് ഈ പ്രായോഗികവാദത്തിലെ മുഖ്യ പ്രയോക്താക്കളായിട്ട് അറിയപ്പെടുന്നത്? ചാൾസ് പിയേഴ്സ്, വില്യം ജെയിംസ്, ജോൺ ഡൂയി, കിൽപാട്രിക്. കിൽപാട്രിക് ആണ് പ്രൊജക്റ്റ് രീതി ആവിഷ്കരിച്ചത്. അപ്പോൾ മുഖ്യ പ്രയോക്താക്കളായിട്ട് അറിയപ്പെടുന്നത് ചാൾസ് പിയേഴ്സ്, വില്യം ജെയിംസ്, ജോൺ ഡൂയി, കിൽപാട്രിക്. ഇനി പ്രായോഗികവാദത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തേതാണ് മാനവിക പ്രായോഗികവാദം എന്ന് പറയുന്നത്. എന്താണ് മാനവിക പ്രായോഗികവാദം എന്ന് പറയുന്നത്? മാനവം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനല്ലേ. അപ്പം മനുഷ്യൻ്റെ ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്തി ജീവിതം വികസിപ്പിക്കുന്നത് എന്തോ അതാണ് സത്യം എന്ന് വാദിക്കുന്ന ദർശനമാണ് മാനവിക പ്രായോഗികവാദം എന്ന് പറയുന്നത്. എന്താണ്? മനുഷ്യൻ്റെ ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്തി ജീവിതം വികസിപ്പിക്കുന്നത് എന്തോ അതാണ് സത്യം എന്നാണ് ഈ ഒരു വാദം പറയുന്നത്. അടുത്തതാണ് പരീക്ഷണാത്മക പ്രായോഗികവാദം അഥവാ എക്സ്പെരിമെൻ്റൽ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു ദർശനം പറയുന്നത്? ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലേ, പരീക്ഷണാത്മകം അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ അല്ലേ. സത്യം എന്ന് പറയുന്നത് എന്താണ്? പരീക്ഷണങ്ങളിലൂടെ പരിശോധിച്ച് വിലയിരുത്താനാവുന്നതാണ് സത്യം എന്നാണ് ഈ ഒരു ദർശനം പറയുന്നത്. അടുത്തതാണ് ജൈവ പ്രായോഗികവാദം അഥവാ ബയോളജിക്കൽ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. എന്താണ് ജൈവ പ്രായോഗികവാദം കൊണ്ട് അർത്ഥമാക്കുന്നത്? മനുഷ്യനെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനും പരിസ്ഥിതിയെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താനും കഴിവുണ്ട് എന്നാണ് ഈ ഒരു ദർശനം പറയുന്നത്. മനുഷ്യന് പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനും ആ പരിസ്ഥിതിയെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്താനും കഴിവുണ്ട് എന്നുള്ള വാദമാണ് ഈ ഒരു ജൈവ പ്രായോഗികവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ദർശനമാണ് യാഥാർത്ഥ്യവാദം അഥവാ റിയലിസം എന്ന് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ദർശനം എന്നാണ് യാഥാർത്ഥ്യവാദം അല്ലെങ്കിൽ റിയലിസം അറിയപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ദർശനം എന്നറിയപ്പെടുന്നത് യാഥാർത്ഥ്യവാദമാണ്. ഇവരെന്താ പറയുന്നത്? ഭൗതിക പ്രപഞ്ചം മാത്രമാണ് യാഥാർത്ഥ്യം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവരുടെ വിശ്വാസം എന്തിലാണ്? ഭൗതിക പ്രപഞ്ചത്തിലാണ് അല്ലേ. ഭൗതിക പ്രപഞ്ചം മാത്രമാണ് യാഥാർത്ഥ്യം എന്നാണ് യാഥാർത്ഥ്യവാദികൾ വിശ്വസിക്കുന്നത്. അതുപോലെ ഇത് വസ്തുക്കളുടെ ലോകമാണ്, ആശയങ്ങളുടേതല്ല എന്നാണ് യാഥാർത്ഥ്യവാദികൾ പറയുന്നത്. അതായത് ആശയങ്ങളല്ല യാഥാർത്ഥ്യം, നമുക്ക് ചുറ്റുമുള്ള ലോകമാണ് യാഥാർത്ഥ്യം എന്നാണ് യാഥാർത്ഥ്യവാദികൾ പറയുന്നത്. ഇവരുടെ പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ ശാസ്ത്ര വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പാഠ്യപദ്ധതിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ശാസ്ത്ര വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ആര്? യാഥാർത്ഥ്യവാദികൾ. യാഥാർത്ഥ്യവാദികൾ ആശയങ്ങൾക്കല്ല പ്രാധാന്യം നൽകുന്നത്, നമുക്ക് ചുറ്റുമുള്ള ലോകമാണ് യാഥാർത്ഥ്യം എന്നാണ്, അല്ലെങ്കിൽ ഭൗതിക പ്രപഞ്ചമാണ് യാഥാർത്ഥ്യം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഒരു സത്യത്തെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ എങ്ങനെ കണ്ടെത്താം എന്നാണ് ഇവർ പറയുന്നത്? ശാസ്ത്ര വിഷയങ്ങൾക്ക് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സത്യത്തെ ശാസ്ത്രീയ രീതികളിലൂടെ എന്ത് ചെയ്യാം? കണ്ടെത്താം എന്നാണ് ഇവർ പറയുന്നത്. അതായത് പരീക്ഷണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും ശാസ്ത്രീയമായ മാർഗത്തിലൂടെയും ഒക്കെ എന്ത് ചെയ്യാം? സത്യത്തെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ എന്ത് ചെയ്യാം? കണ്ടെത്താം എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ എല്ലാ വിജ്ഞാനവും അനുഭവങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യവാദികൾ പറയുന്നത്. അതായത് അനുഭവങ്ങളിലൂടെയുള്ള പഠനമാണ് ഇവിടെ ഇവർ മുൻതൂക്കം നൽകുന്നത്. അതുപോലെ സ്കൂളുകൾ എങ്ങനെ ആയിരിക്കണം എന്നാണ് യാഥാർത്ഥ്യവാദികൾ പറയുന്നത്. സ്കൂളുകൾ സമൂഹത്തിൻ്റെ ഒരു ചെറു പതിപ്പായിരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. അതായത് സൊസൈറ്റിയിൽ നിന്ന് കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നേടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? സ്കൂളിൽ നിന്ന് കിട്ടണം എന്നാണ്. അതായത് സമൂഹത്തിൽ ഒരു കുട്ടി എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ എങ്ങനെ നടക്കണം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടണം എന്നാണ് ആര് പറയുന്നത്? ഇവർ പറയുന്നത്.
അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ഒരു ചെറു പതിപ്പായിരിക്കണം സ്കൂളുകൾ എന്നാണ് യാഥാർത്ഥ്യവാദികൾ പറയുന്നത്. പഠിതാവ് സ്വയം വിജയം ആർജിക്കത്തക്ക രീതിയിൽ വേണം വിദ്യാലയ പ്രവർത്തനങ്ങൾ സംവിധാനം ചെയ്യേണ്ടത്. അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതുപോലെ സ്വന്തം വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിച്ച് കടമകൾ നിർവഹിക്കാൻ പഠിതാവ് പഠിക്കണമെന്നും യാഥാർത്ഥ്യവാദികൾ പറയുന്നുണ്ട്. ഇവിടെ അധ്യാപകന്റെ പങ്കെന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു മാർഗദർശി മാത്രമാണ് അധ്യാപകൻ എന്നാണ്. ഇവിടെ യാഥാർത്ഥ്യവാദത്തിൽ അധ്യാപകന്റെ റോളിന് വലിയ പ്രാധാന്യമൊന്നും നൽകുന്നില്ല. അപ്പം അധ്യാപകൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു മാർഗദർശി മാത്രമാണ് എന്നാണ്. ഇപ്പോൾ യാഥാർത്ഥ്യവാദത്തിൻ്റെ മുഖ്യ പ്രയോക്താക്കൾ ആരൊക്കെയാന്ന് നോക്കാം. അരിസ്റ്റോട്ടിൽ, ജോൺ ലോക്ക്, തോമസ് അക്വിനാസ് തുടങ്ങിയവരാണ് യാഥാർത്ഥ്യവാദത്തിൻ്റെ മുഖ്യ പ്രയോക്താക്കൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? അരിസ്റ്റോട്ടിൽ, ജോൺ ലോക്ക്, തോമസ് അക്വിനാസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യാഥാർത്ഥ്യവാദത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ദർശന സമീപനങ്ങളെ കുറിച്ചായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് വിദ്യാഭ്യാസത്തിലെ പ്രധാന ദർശന സമീപനങ്ങൾ എന്ന് പറയുന്നത്? ആദർശവാദം, പ്രകൃതിവാദം, പ്രായോഗികവാദം, യാഥാർത്ഥ്യവാദം. അപ്പോൾ ഇത് 4 ദർശന സമീപനങ്ങളെ കുറിച്ച് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വിദ്യാഭ്യാസ ചിന്തകരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാ വിദ്യാഭ്യാസ ചിന്തകരെയൊന്നും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. എന്നിരുന്നാലും പ്രധാനപ്പെട്ട കുറച്ച് ചിന്തകരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് പ്ലേറ്റോയെ കുറിച്ചാണ്. അപ്പോൾ പ്ലേറ്റോയെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ആദർശവാദത്തിൻ്റെ മുഖ്യ പ്രയോക്താവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? പ്ലേറ്റോയാണ്. അപ്പോൾ പ്ലേറ്റോയാണ് ആദർശവാദത്തിൻ്റെ മുഖ്യ പ്രയോക്താവ് അല്ലേ. അപ്പോൾ അദ്ദേഹം ഒരു ആദർശവാദിയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ പ്ലേറ്റോ സോക്രട്ടീസിൻ്റെ പ്രധാന ശിഷ്യനായിരുന്നു, അല്ലെങ്കിൽ സോക്രട്ടീസിൻ്റെ പ്രധാന അനുയായി ആയിരുന്നു എന്നും കൂടി അറിഞ്ഞു വെക്കുക. അതുപോലെ പ്ലേറ്റോയുടെ ജന്മസ്ഥലം എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഏഥൻസിലാണല്ലേ പ്ലേറ്റോ ജനിച്ചത്. അപ്പോൾ ഏഥൻസ് ആണ് പ്ലേറ്റോയുടെ ജന്മസ്ഥലം. അതുപോലെ അക്കാദമി എന്ന പേരിൽ വിദ്യാലയം ആരംഭിച്ചത് പ്ലേറ്റോയാണ്. അപ്പോൾ പ്ലേറ്റോ ആരംഭിച്ച വിദ്യാലയത്തിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അക്കാദമി ആണെന്ന് അറിഞ്ഞിരിക്കും. ഇപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ വരാം. അപ്പോൾ അക്കാദമി എന്നുള്ള പേര് മറക്കരുത്. അക്കാദമി എന്ന പേരിൽ വിദ്യാലയം ആരംഭിച്ചത് പ്ലേറ്റോയാണ്, അല്ലെങ്കിൽ പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയത്തിൻ്റെ പേരാണെന്ത്? അക്കാദമി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അക്കാദമി എന്ന പേരിൽ പ്ലേറ്റോ ഇങ്ങനെ ഒരു വിദ്യാലയം സ്ഥാപിക്കാൻ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്തായിരുന്നു? മനുഷ്യനെ നല്ല പൗരനായി മാറ്റുന്നതിനാവശ്യമായ എല്ലാ വിഷയങ്ങളും പഠിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു വിദ്യാലയമായിരുന്നു ഈ അക്കാദമി എന്ന പേരിലുള്ള ഈ ഒരു വിദ്യാലയം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നന്മയും പൗരബോധവും വികസിപ്പിക്കുക എന്നതായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ ലക്ഷ്യമായിട്ട് അദ്ദേഹം കരുതിയത് നന്മയും പൗരബോധവും വികസിപ്പിക്കുക എന്നതായിരുന്നു. അപ്പോൾ ഈ അക്കാദമി എന്നുള്ള വിദ്യാലയമാണ് പാശ്ചാത്യ ദേശത്തെ ആദ്യ സർവകലാശാലയായി കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു അക്കാദമിയാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. അതുപോലെ ഈ അക്കാദമിയിൽ പഠിച്ചിറങ്ങിയവരെ അക്കാദമിഷ്യൻസ് അല്ലെങ്കിൽ അക്കാദമിസ്റ്റുകൾ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അക്കാദമിഷ്യൻസ് അതുപോലെ അക്കാദമിസ്റ്റുകൾ എന്നീ പേരുകളിലായിരുന്നു ഈ ഒരു വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിയവരെ അറിയപ്പെട്ടിരുന്നത്. പ്ലേറ്റോയുടെ അഭിപ്രായത്തിൽ കുടുംബം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ കുടുംബം ഒരു പ്രധാന ഘടകമല്ലെന്നും വിദ്യാഭ്യാസം രാഷ്ട്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണെന്നാണ് അദ്ദേഹം വാദിച്ചത്. അതുപോലെ അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവല സത്യങ്ങളായിട്ടുള്ള സത്യം, സൗന്ദര്യം, നന്മ എന്നിവയുടെ സാക്ഷാത്കാരത്തെയാണ് ലക്ഷ്യം വെക്കേണ്ടത് എന്നാണ് പ്ലേറ്റോ പറയുന്നത്. ഇനി നമുക്ക് പ്ലേറ്റോയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദി റിപ്പബ്ലിക് എന്നുള്ളത് പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ്. അപ്പോൾ റിപ്പബ്ലിക് മാത്രമല്ല, നിയമങ്ങൾ അല്ലെങ്കിൽ ദ ലോസ്, പ്രോട്ടഗോറസ്, സിംബോസിയം എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ദി റിപ്പബ്ലിക്, നിയമങ്ങൾ, പ്രോട്ടഗോറസ്, സിംബോസിയം. അതുപോലെ നമ്മൾ പറഞ്ഞു അല്ലേ, പ്ലേറ്റോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയാണ് ഈ ഒരു റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിപ്പബ്ലിക് എന്നുള്ള കൃതിയിൽ സാമൂഹ്യനീതി പുലർത്തുന്ന മാതൃകാ രാഷ്ട്രത്തെക്കുറിച്ചാണ് പ്ലേറ്റോ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം. സാമൂഹ്യനീതി പുലർത്തുന്ന മാതൃകാ രാഷ്ട്രത്തെ പറ്റി പരാമർശിച്ചുകൊണ്ട് പ്ലേറ്റോ എഴുതിയ കൃതി ഏത് എന്ന് ചോദിക്കാം. അപ്പോൾ അത് റിപ്പബ്ലിക് ആണെന്ന് ഓർത്തിരിക്കുക. സാമൂഹ്യനീതി പുലർത്തുന്ന മാതൃകാ രാഷ്ട്രത്തെ പറ്റി പരാമർശിച്ചുകൊണ്ട് പ്ലേറ്റോ എഴുതിയിട്ടുള്ള കൃതിയാണ് റിപ്പബ്ലിക്. അടുത്ത വിദ്യാഭ്യാസ ചിന്തകനാണ് ജീൻ ജാക്കിസ് റൂസോ. അപ്പോൾ റൂസോയെ കുറിച്ച് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാമല്ലേ. റൂസോ ഒരു പ്രകൃതിവാദിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ.
അപ്പോൾ പ്രകൃതിവാദത്തിൻ്റെ പ്രചാരകനായിരുന്നു ആര്? റൂസോ എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ജനീവയാണ്. അപ്പം ജനീവയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ജന്മദേശമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ എമിലി എന്ന ഗ്രന്ഥത്തിൽ റൂസോ പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും അവതരിപ്പിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ഈ എമിലി എന്ന് പറയുന്നത്. അതായത് റൂസോ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് തൻ്റെ എല്ലാ ആശയങ്ങളും റൂസോ ഈ എമിലി എന്ന ഗ്രന്ഥത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒക്കെയാണല്ലോ. റൂസോയുടെ അഭിപ്രായത്തിൽ ശിശുവിൻ്റെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് അമ്മയും പ്രകൃതിയുമാണ് എന്നാണ്. അപ്പോൾ റൂസോയുടെ അഭിപ്രായത്തിൽ എന്താണ്? ശിശുവിൻ്റെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് അമ്മയും പ്രകൃതിയുമാണ് എന്നാണ്. അതുപോലെ അദ്ദേഹം പറയുന്നത് മാതൃഭാഷയാണ് കുഞ്ഞുങ്ങളെ സംസാരിപ്പിക്കാൻ ശീലിപ്പിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പം മാതൃഭാഷയ്ക്കാണ് ഇവിടെ റൂസോ പ്രാധാന്യം നൽകിയത് അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളെ സംസാരിപ്പിക്കാൻ ശീലിപ്പിക്കേണ്ട ഭാഷ ഏതാണ്? മാതൃഭാഷയാണ്. അതുപോലെ പ്രകൃതിയിലേക്ക് മടങ്ങുക അല്ലെങ്കിൽ റിട്ടേൺ ടു ദ നേച്ചർ എന്ന ആശയത്തിൻ്റെ വക്താവ് കൂടിയാണ് റൂസോ. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ആശയത്തിൻ്റെ വക്താവാണ് ആര്? റൂസോ. അതുപോലെ ശിശുക്കളെ ഒരിക്കലും മുതിർന്നവരുടെ പതിപ്പായി കാണരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. റൂസോ പറഞ്ഞത് എന്താണ്? കുട്ടികളെ ഒരിക്കലും മുതിർന്നവരുടെ പതിപ്പായി കാണരുത് എന്നാണ്. അപ്പം മുതിർന്നവർ ചിന്തിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് പോലെയോ കുട്ടികൾക്ക് കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ ഒരിക്കലും മുതിർന്നവരുടെ പതിപ്പായിട്ട് കുട്ടികളെ അല്ലെങ്കിൽ ശിശുക്കളെ കാണരുത് എന്നാണ് റൂസോ പറഞ്ഞിട്ടുള്ളത്. നെഗറ്റീവ് വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് റൂസോ. അപ്പോൾ നെഗറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് റൂസോയാണ്. അപ്പോൾ എന്താണ് ഈ നെഗറ്റീവ് വിദ്യാഭ്യാസം കൊണ്ട് റൂസോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അതായത് കുട്ടികളെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുക? പഠിപ്പിക്കുക. അല്ലാതെ നമ്മുടെ താല്പര്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. കുട്ടിയുടെ ശേഷിയും താല്പര്യവും അവരുടെ കഴിവുകളൊക്കെ കണ്ടെത്തി അതിനനുസരിച്ച് വേണം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ അതാണ് ഇവിടെ നെഗറ്റീവ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടിയുടെ ശേഷിയും താല്പര്യവും കഴിവുകളൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ അധ്യാപകർ കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ താല്പര്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു നെഗറ്റീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അതുപോലെ റൂസോയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ വികസനത്തെ 4 ഘട്ടങ്ങളായിട്ടാണ് വിഭജിക്കുന്നത്. റൂസോയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ വികസനത്തെ 4 ഘട്ടങ്ങളായിട്ടാണ് വിഭജിക്കുന്നത്. ഏതൊക്കെയാണ് ആ 4 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന് ശൈശവം. ശൈശവം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചത് മുതൽ നമ്മുടെ 5 വയസ്സ് വരെയുള്ള സമയമാണ് ശൈശവം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് ബാല്യം എന്ന് പറയുന്നത്. അത് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. മൂന്നാമത്തതാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. അത് 12 മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. നാലാമത്തതാണ് യൗവന കാലഘട്ടം എന്ന് പറയുന്നത്. അത് 15 മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ റൂസോയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ വികസനത്തെ 4 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം. ശൈശവം എന്ന് പറയുന്നത് ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള സമയമാണ്. ബാല്യം എന്ന് പറയുന്നത് 5 മുതൽ 12 വയസ്സ് വരെ. കൗമാരം എന്ന് പറയുന്നത് 12 മുതൽ 15 വയസ്സ് വരെ. യൗവനം എന്ന് പറയുന്നത് 15 മുതൽ 25 വയസ്സ് വരെ. ഒക്കെയാണല്ലോ. കുട്ടികൾക്ക് ചരിത്രം, ഭാഷ എന്നീ വിഷയങ്ങൾ ആവശ്യമില്ലാത്ത കാലഘട്ടം ഏത്? കുട്ടികൾക്ക് ചരിത്രം, ഭാഷ എന്നീ വിഷയങ്ങൾ ആവശ്യമില്ലാത്ത കാലഘട്ടം എന്ന് പറയുന്നത് ബാല്യകാലഘട്ടമാണ്. അപ്പോൾ ബാല്യകാലഘട്ടത്തിൽ കുട്ടികൾക്ക് എന്താ ആവശ്യമില്ല? ചരിത്രം, ഭാഷ എന്നീ വിഷയങ്ങൾ ആവശ്യമില്ലാത്തൊരു കാലഘട്ടമാണ്. അതുപോലെ പ്രകൃതി ശാസ്ത്രങ്ങളിലുള്ള പരിശീലനവും തൊഴിൽ പരിശീലനവും നൽകാൻ അനുയോജ്യമായ സമയം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൗമാര കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് കുട്ടികൾക്ക് അധ്യാപകനെ ആവശ്യമാകുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അധ്യാപകനെ ആവശ്യമാകുന്ന കാലഘട്ടം കൂടിയാണ് കൗമാര കാലഘട്ടം. വൈകാരികമായ വികാസവും വ്യക്തിത്വ വികാസവും സാൻമാർഗിക ബോധവും സംഭവിക്കേണ്ട കാലഘട്ടമാണ് യൗവന കാലഘട്ടം. അതായത് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, മോറൽ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ സംഭവിക്കേണ്ട ഒരു കാലഘട്ടമാണ് യൗവന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ വൈകാരികമായ വികാസവും വ്യക്തിത്വ വികാസവും സാൻമാർഗിക ബോധവും സംഭവിക്കേണ്ട കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ അത് യൗവന കാലഘട്ടമാണ്. റൂസോയുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് കുട്ടിയാണ്. അപ്പോൾ കുട്ടിയുടെ പ്രകൃതത്തിനനുസരിച്ചാവണം വിദ്യാഭ്യാസം എന്നാണ് റൂസോ പറയുന്നത്.
കുട്ടിയാണ് വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രബിന്ദു. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ പ്രകൃതത്തിനനുസരിച്ചാവണം വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. പ്രകൃതിയാണ് പ്രധാന അധ്യാപകൻ എന്നാണ് ആര് പറയുന്നത്? റൂസോ പറയുന്നത്. അതായത് കുട്ടിയുടെ അല്ലെങ്കിൽ ശിശുവിന്റെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് അമ്മയും പ്രകൃതിയാണ് അല്ലെ. പ്രകൃതിയിലേക്ക് ഇറക്കി വിടാനാണ് റൂസോ പറയുന്നത് അല്ലെ. കുട്ടി പ്രകൃതിയിൽ നിന്ന് എന്ത് ചെയ്യട്ടെ, കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. അപ്പൊ പ്രകൃതിയാണ് പ്രധാന അധ്യാപകൻ എന്നാണ്, പ്രകൃതിയിലേക്ക് മടങ്ങാനാണ് ആര് പറയുന്നത്? റൂസോ പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് റൂസോ കരുതുന്നത് ആത്മപ്രകാശനമാണ്. അപ്പൊ ആത്മപ്രകാശനമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് റൂസോ കരുതുന്നത്. അതുപോലെ ഇന്ദ്രിയ പരിശീലനമാണ് ആദ്യം നൽകേണ്ടത് എന്നാണ് റൂസോ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇന്ദ്രിയ പരിശീലനമാണ് ആദ്യം നൽകേണ്ടതെന്ന് പറയാൻ കാരണം? റൂസോ എന്താ പറയുന്നത്? കുട്ടികളെ പ്രകൃതിയിലേക്ക് ഇറക്കി വിടാനാണ് പറയുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണ്? പ്രകൃതിയിൽ നിന്നും കുട്ടികൾ എന്ത് ചെയ്യട്ടെ, കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കട്ടെ അല്ലേ. കാര്യങ്ങൾ കണ്ടും കേട്ടും തൊട്ടും രുചിച്ചും മണത്തും ഒക്കെ എന്ത് ചെയ്യട്ടെ, ഇന്ദ്രിയ പരിശീലനങ്ങളിലൂടെ കുട്ടികൾ എന്ത് ചെയ്യട്ടെ, സ്വയം ആർജിക്കട്ടെ എന്നാണ് ആര് പറയുന്നത്? റൂസോ പറയുന്നത്. റൂസോയുടെ പ്രശസ്തമായിട്ടുള്ള വാക്കുകളാണ്: ജനിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും എല്ലാ നന്മകളോടും കൂടിയാണ് ജനിക്കുന്നത്. സമൂഹവുമായുള്ള സംസർഗമാണ് അവരെ ചീത്തയാക്കുന്നത് എന്നാണ് പറയുന്നത്. അത് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ റൂസോയാണ്. ജനിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും എല്ലാ നന്മകളോടും കൂടിയാണ് ജനിക്കുന്നത്. സമൂഹവുമായുള്ള സംസർഗമാണ് അവരെ ചീത്തയാക്കുന്നത്. അതായത് കുട്ടികൾ യഥാർത്ഥത്തിൽ എന്താണ്? നന്മ നിറഞ്ഞവരാണല്ലേ. സമൂഹമാണ് അവരെ ദുഷിപ്പിക്കുന്നത് എന്നാണ് റൂസോ പറയുന്നത്. അപകടകരമായ സ്വാതന്ത്ര്യത്തെയാണ് ഞാൻ ശാന്തമായ അടിമത്തത്തെക്കാൾ വിലമതിക്കുന്നത് എന്ന് പറഞ്ഞതും റൂസോയാണ്. ഇവിടെ റൂസോ എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? സ്വാതന്ത്ര്യത്തിനാണല്ലേ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തത് റൂസോയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൂസോയെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത ആളാണ് പെസ്റ്റലോസി. പെസ്റ്റലോസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദേശം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. പെസ്റ്റലോസിയുടെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ് ലിയോനാർഡ് ആൻഡ് ജെർട്രൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലിയോനാർഡ് ആൻഡ് ജെർട്രൂഡ് എന്ന് പറയുന്ന പുസ്തകം എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? പെസ്റ്റലോസിയുടെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ കാഴ്ചപ്പാടുകളും, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടുകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള പുസ്തകമാണ് എന്ത്? ലിയോനാർഡ് ആൻഡ് ജെർട്രൂഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മറ്റ് കൃതികളാണ് ഹൗ ജെർട്രൂഡ് ടീച്ചസ് ഹെർ ചിൽഡ്രൻ, ബുക്സ് ഫോർ മദേഴ്സ്, മദർ ആൻഡ് ചൈൽഡ്. ഏതൊക്കെയാണ്? ഹൗ ജെർട്രൂഡ് ടീച്ചസ് ഹെർ ചിൽഡ്രൻ, ബുക്സ് ഫോർ മദേഴ്സ്, മദർ ആൻഡ് ചൈൽഡ്. അതുപോലെ ദരിദ്രരുടെയും ചൂഷിതരുടെയും വക്താവ് എന്നറിയപ്പെടുന്നത് പെസ്റ്റലോസിയാണ്. ദരിദ്രരുടെയും ചൂഷിതരുടെയും വക്താവായിട്ട് പെസ്റ്റലോസി അറിയപ്പെടുന്നുണ്ട്. പെസ്റ്റലോസിയെ സ്വാധീനിച്ച റൂസോയുടെ പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ അത് എമിലിയാണ്. റൂസോയുടെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് എമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എമിലി എന്നുള്ള ഗ്രന്ഥമാണ് പെസ്റ്റലോസിയെ സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പോൾ പെസ്റ്റലോസിയെ സ്വാധീനിച്ച റൂസോയുടെ പുസ്തകമാണ് എമിലി. പെസ്റ്റലോസിയുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആന്തരിക ശക്തികളുടെ നൈസർഗികവും ഇണക്കമുള്ളതും പുരോഗമനോന്മുഖമായ വികസനമാണ് വിദ്യാഭ്യാസം എന്നാണ്. അതായത് മനുഷ്യന്റെ ഉള്ളിലുള്ള കഴിവുകളുടെ നൈസർഗികവും ഇണക്കമുള്ളതും പുരോഗമനോന്മുഖവുമായ വികസനമാണ് വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് കരുതുന്നത് വ്യക്തിയുടെ ശക്തികളുടെ സംയോജിത വികസനമാണ് എന്നാണ് പെസ്റ്റലോസി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് കരുതുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പെസ്റ്റലോസിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി പറയാൻ പോകുന്നത് ഫ്രോബലിനെ കുറിച്ചാണ്. അപ്പോൾ ഫ്രോബലിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ജർമ്മനിയാണ്. അദ്ദേഹം ഒരേ സമയം പ്രകൃതിവാദിയും ആദർശവാദിയുമായിരുന്നു. ഫ്രോബൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വേഗം ഓടിയെത്തുക എന്താണ്? കിൻഡർ ഗാർഡൻ ആണല്ലേ. അപ്പോൾ കിൻഡർ ഗാർഡൻ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവായിട്ടും ഫ്രോബൽ അറിയപ്പെടുന്നുണ്ട്. ഈ കിൻഡർ ഗാർഡൻ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് എന്നുള്ള ഈ ഒരു ചോദ്യം കഴിഞ്ഞ 2022 പ്രീ പ്രൈമറി ടീച്ചർ എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ആരാണത്? ഫ്രോബലാണല്ലേ. കിൻഡർ ഗാർഡൻ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് ഫ്രോബലാണ്. അപ്പോൾ ഈ കിൻഡർ ഗാർഡൻ എന്നുള്ളത് ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? കുട്ടികളുമായി ബന്ധപ്പെട്ടതാണല്ലേ. അപ്പോൾ ശിശു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നുള്ള പേരിലും ആരറിയപ്പെടുന്നുണ്ട്? ഫ്രോബൽ അറിയപ്പെടുന്നുണ്ട്. ഫ്രോബൽ തന്നെ ആദ്യത്തെ കിൻഡർ ഗാർഡൻ സ്ഥാപിച്ചത് ബ്ലാക്കൻബർഗിലാണ്. ബ്ലാക്കൻബർഗിലാണ് അദ്ദേഹം ആദ്യത്തെ കിൻഡർ ഗാർഡൻ സ്ഥാപിച്ചത്.
അതുപോലെ കളിരീതിയുടെ ഉപജ്ഞാതാവായിട്ടും ആരറിയപ്പെടുന്നുണ്ട്? ഫ്രോബൽ അറിയപ്പെടുന്നുണ്ട്. അപ്പം ഇദ്ദേഹം എന്താണ് പറയുന്നത്? അച്ചടക്കത്തിന് ആവശ്യമായ മൂല്യങ്ങൾ കളിയിലൂടെയാണ് കുട്ടിക്ക് ലഭിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കുട്ടികളിൽ അച്ചടക്കം ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ എന്തിലൂടെയാണ്? ഈ പ്ലേ വേ മെത്തേഡിലൂടെയാണ്, അല്ലെങ്കിൽ കളി രീതിയിലൂടെയാണ് കുട്ടിക്ക് ലഭിക്കുന്നത് എന്നാണ് ഫ്രോബൽ അഭിപ്രായപ്പെടുന്നത്. ആദ്യമായി അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രോബലാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഫ്രോബൽ ബോധപൂർവം സംവിധാനം ചെയ്ത കളിപ്പാട്ടങ്ങൾ അറിയപ്പെട്ടത് സമ്മാനങ്ങൾ എന്ന പേരിലാണ്, അഥവാ ഗിഫ്റ്റ്സ് എന്നുള്ള പേരിലാണ് ഈ കളിപ്പാട്ടങ്ങൾ അറിയപ്പെട്ടിരുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഈ ഒരു കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ ഈ സമ്മാനങ്ങൾ എന്ന പേരിൽ ഇങ്ങനെ ഒരു സംവിധാനം അദ്ദേഹം രൂപപ്പെടുത്താൻ എന്താണ് റീസൺ എന്നറിയോ? അതായത് കുട്ടിയുടെ സൃഷ്ടിപരവും സൗന്ദര്യപരവുമായിട്ടുള്ള ശക്തികളെ അല്ലെങ്കിൽ കഴിവുകളെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രോബൽ ഇത്തരത്തിൽ കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ ഈ സമ്മാനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. സമ്മാനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ, ഗിഫ്റ്റ്സ് എന്നൊക്കെ പറയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ്സ് അല്ല. ഇവിടെ ഫ്രോബൽ സമ്മാനങ്ങൾ എന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. തടിപ്പന്തുകൾ, ചതുരക്കട്ടകൾ, വൃത്തസ്തംഭങ്ങൾ, വിവിധ രൂപ മാതൃകകൾ നിർമ്മിക്കാനുള്ള പാറ്റേണുകൾ, ഇതൊക്കെയാണ് സമ്മാനങ്ങൾ എന്നുള്ള ഈ ഒരു വിഭാഗത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞൂലേ, കിൻഡർ ഗാർഡൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് ഫ്രോബലാണെന്ന് പറഞ്ഞൂല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് കിൻഡർ ഗാർഡൻ്റെ സവിശേഷതകൾ നോക്കാം. അപ്പോൾ ഫ്രോബൽ തൻ്റെ വിദ്യാലയത്തിന് നൽകിയ പേരാണ് കിൻഡർ ഗാർഡൻ എന്നുള്ളത്. എന്താണ് അതിനർത്ഥം വരുന്നത്? കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ് ഈ കിൻഡർ ഗാർഡൻ എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ്. സ്വയം പ്രവർത്തനമാണ് അല്ലെങ്കിൽ സെൽഫ് ആക്ടിവിറ്റീസ് ആണ് വിദ്യാഭ്യാസത്തിൻ്റെ മാർഗമായിട്ട് അദ്ദേഹം കരുതുന്നത്. അപ്പോൾ ഈ ഒരു സ്വയം പ്രവർത്തനത്തിലൂടെ കുട്ടിയുടെ ആന്തരിക പ്രവണതകൾ വികസിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്വയം പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കളിയാണ് എന്നുള്ളതാണ്. അപ്പോൾ കളിരീതിക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ബോധനം കാര്യക്ഷമമാക്കുന്നതിൽ കളിരീതിക്കുള്ള സ്ഥാനത്തിനാണ് ഇദ്ദേഹം ഇവിടെ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളിരീതിയിലൂടെ മാത്രമേ കുട്ടിയുടെ നൈസർഗിക വികസനം സാധ്യമാകൂ എന്നാണ് ഫ്രോബൽ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ കിൻഡർ ഗാർഡനിൽ പ്രാധാന്യം നൽകുന്നത് സ്വയം പ്രവർത്തനങ്ങൾക്കാണ്, അല്ലെങ്കിൽ സെൽഫ് ആക്ടിവിറ്റീസിനാണല്ലോ. ഇവിടെ കുട്ടികൾ സ്വയം കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്തെല്ലാം ഉണ്ടാകും? കളികളുണ്ടാവും, പാട്ടുകളുണ്ടാവും, കഥ പറയലുണ്ടാവും, ആംഗ്യങ്ങളുണ്ടാവും, നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാവൂലേ. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ഉൾപ്പെടുന്നു വെച്ചാൽ കരകൗശല പ്രവർത്തനങ്ങൾ ഉൾപ്പെടാം, കളിപ്പാട്ട നിർമ്മാണങ്ങൾ ഉൾപ്പെടാം, അതുപോലെ തന്നെ താളാത്മക പ്രവർത്തനങ്ങൾ, പസിലുകൾ, ബിൽഡിംഗ് ബ്ലോക്കുകൾ, അതുപോലെ മുത്തുകോർക്കൽ, പൂന്തോട്ടം പരിചരിക്കൽ, ചിത്രരചന, ചുമരുകൾ അലങ്കരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ കിൻഡർ ഗാർഡൻ്റെ മറ്റൊരു സവിശേഷതയാണ് സർഗാത്മകത വളർത്തുക എന്നുള്ളത്. അതായത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വളർത്തുക എന്നുള്ളതും എന്താണ്? കിൻഡർ ഗാർഡൻ്റെ ഒരു സവിശേഷതയാണ്. അതുപോലെ സ്നേഹത്തിലൂടെയുള്ള അച്ചടക്കം, ഇതൊക്കെയാണ് കിൻഡർ ഗാർഡൻ്റെ സവിശേഷതകളായിട്ട് പറയുന്നത്. ഇനി ഫ്രോബലിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിദ്യാഭ്യാസവും വികസനവും, എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, മനുഷ്യൻ്റെ വിദ്യാഭ്യാസം, ദ എഡ്യൂക്കേഷൻ ഓഫ് മാൻ, കിൻഡർ ഗാർഡനിലെ ബോധന വിദ്യകൾ, ദ പെഡഗോജീസ് ഓഫ് കിൻഡർ ഗാർഡൻ, ഇതൊക്കെയാണ് ഫ്രോബലിൻ്റെ പ്രധാനപ്പെട്ട കൃതികളായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കൃതികളുടെ പേരുകളൊക്കെ കാണുമ്പോൾ അത് ഫ്രോബലുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രോബലിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതായി പറയാൻ പോകുന്നത് മറിയ മോണ്ടിസോറിയെ കുറിച്ചാണ്. മറിയ മോണ്ടിസോറിയുടെ ജന്മദേശം എന്ന് പറയുന്നത് ഇറ്റലിയാണ്. മോണ്ടിസോറി രീതിയുടെ ഉപജ്ഞാതാവാണ് മറിയ മോണ്ടിസോറി, അഥവാ മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ ചോദ്യം കാണാം. അപ്പം അതിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് മറിയ മോണ്ടിസോറിയാണ്. മോണ്ടിസോറി സ്ഥാപിച്ച വിദ്യാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് ശിശുഭവനം അഥവാ ചിൽഡ്രൻസ് ഹോം എന്നാണ്. അപ്പോൾ ചിൽഡ്രൻസ് ഹോമോ അല്ലെങ്കിൽ ശിശുഭവനോ എന്നൊക്കെ എവിടെ കണ്ടാൽ അത് ആരുമായി ബന്ധപ്പെട്ടതാണ്? മറിയ മോണ്ടിസോറിയുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിഞ്ഞിരിക്കുക. ചിൽഡ്രൻസ് ഹോമിൽ അധ്യാപിക അറിയപ്പെടുന്നത് ഡയറക്ട്രസ് എന്ന പേരിലാണ്. മോണ്ടിസോറി രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇന്ദ്രിയ പരിശീലനമാണ്. അപ്പോൾ ഇന്ദ്രിയ പരിശീലനമാണ് ഈ ഒരു മോണ്ടിസോറി രീതിയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെയാണ് കുട്ടി അറിവും അനുഭവങ്ങളും ആർജിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ശിശു അറിവ് അനുഭവങ്ങളൊക്കെ ആർജിക്കുന്നത്. അതുപോലെ 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് മോണ്ടിസോറിയുടെ വിദ്യാലയത്തിൽ പാർപ്പിച്ചിരുന്നത്. അപ്പോൾ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്?
2 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളെയായിരുന്നു മോണ്ടിസോറിയുടെ വിദ്യാലയത്തിൽ പാർപ്പിച്ചിരുന്നത്. അതുപോലെ വേദനാജനകമായ ശിക്ഷകളോ ആകർഷകമായ സമ്മാനങ്ങളും കുട്ടികളുടെ നഴ്സറി വികസനത്തിന് സഹായിക്കില്ല എന്നത്. അപ്പം ഈ ഒരു മോണ്ടിസോറി വിദ്യാലയത്തിൽ ശിക്ഷകൾക്കും സമ്മാനങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിഡാക്റ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത്, അതായത് പഠനോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പരിശീലനം എന്ന് പറയുന്നത്. എന്താണ് ഈ ഡിഡാക്റ്റിക് അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ശീലിക്കാനും ജാമിതീയ ഭാഷാ പഠനങ്ങൾ ലളിതമാക്കാനുമായി വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പഠനമാണ് ഈ ഡിഡാക്റ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അതായത് പഠനോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പരിശീലനമാണ് ഈ ഡിഡാക്റ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഡിഡാക്റ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത്? ഘനരൂപങ്ങൾ, പെട്ടികൾ, മണികൾ, കാർഡുകൾ എന്നിവയൊക്കെ അടങ്ങിയതാണ് ഈ ഡിഡാക്റ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ്? കുട്ടികളുടെ ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ശീലിക്കാനും ജാമിതീയ ഭാഷാ പഠനങ്ങൾ ലളിതമാക്കാനുമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണിത് അല്ലേ. മോണ്ടിസോറി ആവിഷ്കരിച്ച ബോധന രീതിയിലെ 3 പ്രധാന പ്രവർത്തനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. 1 പ്രായോഗിക ജീവിതത്തിനായുള്ള പരിശീലനം, 2 ബോധേന്ദ്രിയ പരിശീലനം, 3 പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം. അപ്പോൾ ഏതൊക്കെയാണ് മോണ്ടിസോറി ആവിഷ്കരിച്ച ബോധന രീതികൾ എന്ന് പറയുന്നത്? 1 പ്രായോഗിക ജീവിതത്തിനായുള്ള പരിശീലനം, 2 ബോധേന്ദ്രിയ പരിശീലനം, 3 പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം. ഇനി മറിയ മോണ്ടിസോറിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഡിസ്കവറി ഓഫ് ദി ചൈൽഡ്, ചൈൽഡ് ട്രെയിനിങ്, ദ ചൈൽഡ് പ്ലേസ് ആൻഡ് എഡ്യൂക്കേഷൻ, ദ മോണ്ടിസോറി മെത്തേഡ്, ദ അഡ്വാൻസ്ഡ് മോണ്ടിസോറി മെത്തേഡ്, എഡ്യൂക്കേഷൻ ഫോർ എ ന്യൂ വേൾഡ്, ദ സീക്രട്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഇതൊക്കെ മറിയ മോണ്ടിസോറിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്.